നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ LPSA UPSA എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനു മുമ്പ് ഒരു ക്ലാസ് ചെയ്തിരുന്നു കേട്ടോ. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് സയൻസിലെ ഫസ്റ്റ് ലെസൺ ആണ്, 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ലെസൺ ആണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ തന്നെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ ലെസൺ, അതായത് ജീവജലത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ കൂട്ടുകാര് ഫസ്റ്റ് ക്ലാസ് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. ക്ലാസ് അവൈലബിൾ ആണ് അതിനകത്ത്. അപ്പൊ അത് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം ചാപ്റ്ററിനെ കുറിച്ചിട്ടൊന്ന് പഠിക്കാം. അതിനുശേഷം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പൊ നേരെ ഇനി ക്ലാസ്സിലേക്ക് കടക്കാണ്. ജീവജലത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ജീവജലം എന്താണ്? ജീവജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷികമായ ദ്രാവകമാണ് എന്ത്? ജലം. ജീവജാലങ്ങളുടെ എല്ലാ ശരീരദ്രവങ്ങളുടെയും മുഖ്യ ഘടകം എന്താണ്? ഈ ജലമാണ്. അപ്പൊ ജീവന്റെ നിലനിൽപ്പിന് എന്ത് വേണം? ജലം ആവശ്യമാണ്. ഇനി ജലത്തിന്റെ പ്രത്യേകത എന്താണ്? ജലത്തിന് മണമോ രുചിയോ നിറമോ ഇല്ല. എന്താണ്? ജലത്തിന് മണമോ രുചിയോ നിറമോ ഇല്ല. ജലം ഏതൊക്കെ അവസ്ഥയിൽ കാണപ്പെടുന്നു? ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും ജലം കാണപ്പെടുന്നു. ഇനി എന്നാണ് ഈ ലോക ജലദിനം? മാർച്ച് 22 ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്. എന്നു മുതലാണ് തുടങ്ങിയത്? 1993 മുതൽ മാർച്ച് 22 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ലോക ജലദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഈ ഒരു കോളം ജലത്തിന്റെ സവിശേഷതകളും ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളും ഏതൊക്കെയാണെന്നാണ്. കണ്ടോ? ജലത്തിന്റെ സവിശേഷതയാണ് എന്ത്? വസ്തുക്കളെ ലയിപ്പിക്കുന്നു. വസ്തുക്കളെ ലയിപ്പിക്കുന്നതെന്ന് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ, വസ്ത്രങ്ങൾ അലക്കാൻ മുതലായവയ്ക്ക്. ഇനി അടുത്തതോ, ജലത്തിന്റെ ഒരു സവിശേഷതയാണ് ഒഴുകുന്നു, പൈപ്പിലൂടെ കൊണ്ടുപോകാൻ, താപം വഹിക്കാൻ കഴിയുന്നു, പാചകം ചെയ്യാൻ. ഇനി അടുത്തതോ, നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു. ലിക്വിഡ്സിന്റെ പ്രത്യേകതയാണ് അല്ലെ. നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്നത് പാത്രത്തിന്റെ ആകൃതി ആയിരിക്കും അത് സ്വീകരിക്കുക. ഇനി വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നു. ഇനി ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. അതിന് ഉപയോഗപ്പെടുത്തുന്ന ഏതാണ്? ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാനായിട്ട് കഴിയുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് ജലത്തിന്റെ സവിശേഷതകളും ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളും. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ലീനം, ലായകം, ലായനി. അതായത് എന്താണ്? ലീനം എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂട്ട്. ലായകം സോൾവെന്റ്. ലായനി സൊല്യൂഷൻ. അപ്പൊ എന്താണ് ലീനം എന്ന് പറയുന്നത്? ലയിക്കുന്ന വസ്തുവാണ് ഏത്? ലീനം അഥവാ സൊല്യൂട്ട്. ഇനി ലീനം ഏതിലാണോ ലയിച്ചു ചേരുന്നത് അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലായകം അഥവാ സോൾവെന്റ് എന്ന് പറയാം. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാവുന്നതാണ് എന്ത്? ലായനി അഥവാ സൊല്യൂഷൻ. നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. ഒരു പഞ്ചസാര ലായനി എടുക്കാം. ആ പഞ്ചസാര ലായനിയില് പഞ്ചസാര എന്ന് പറയുന്നത് ഏതായിരിക്കും? ലീനമാണ് അഥവാ സൊല്യൂട്ട്. അതായത് ലയിക്കുന്ന പഞ്ചസാരനെ നമ്മൾ കലക്കി എടുക്കുമ്പോഴാണല്ലോ പഞ്ചസാര വെള്ളം കിട്ടുന്നത്. അപ്പൊ പഞ്ചസാര തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അവിടെ? സൊല്യൂട്ട് അഥവാ ലീനം, ലയിക്കുന്ന വസ്തു. ഇനി അവിടുത്തെ വെള്ളം ഏതാണ്? വെള്ളത്തിന് നമുക്ക് എന്തെന്ന് പറയാം? സോൾവെന്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ പഞ്ചസാര ലായനി ഏതാണ്? സൊല്യൂഷൻ ആണ്. ഓക്കെ. അപ്പൊ എന്താന്ന് മനസ്സിലായല്ലോ? ലീനം എന്താണ്, സോൾവെന്റ് എന്താണ്, സൊല്യൂഷൻ എന്താണെന്ന്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സോഡാ വെള്ളത്തിന്റെ കാര്യമാണ്. ഇനി സോഡാ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡാ വെള്ളം സോഡാ വെള്ളം അതായത് വെള്ളത്തില് കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഡാ വെള്ളം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ലീനം അഥവാ സൊല്യൂട്ട് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലീനം. ലായകം ഏതാണ്? ജലമാണ് ലായകം. എങ്ങനെയാണ് സോഡാ വെള്ളം നിർമ്മിക്കുന്നത്? ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ് എന്ത് നിർമ്മിക്കുന്നത്? സോഡാ വെള്ളം നിർമ്മിക്കുന്നത്. ഇനി എന്തുകൊണ്ടായിരിക്കാം ജലത്തെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെന്റ് അഥവാ സാർവിക ലായകം എന്ന് പറയുന്നത്?
എന്തുകൊണ്ടായിരിക്കാം? കൂടുതൽ വസ്തുക്കൾ ജലത്തിൽ ലയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജലത്തെ എന്തെന്ന് പറയുന്നത്? സാർവിക ലായകം എന്ന് വിളിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സൽ സോൾവെന്റ് ഏതാണ്? ജലമാണ്. ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? ലിറ്റർ. അങ്ങനെയെങ്കിൽ 1000 ഘന സെന്റിമീറ്റർ എത്ര ലിറ്റർ ആണ്? 1 ലിറ്റർ ആണ്. 1000 ഘന സെന്റിമീറ്റർ ഈക്വൽ ടു 1 ലിറ്റർ. ഭൂമിയിലുള്ള ജലത്തിന്റെ 96.5% എന്ത് ജലമാണ്? സമുദ്രജലമാണ്. അപ്പൊ ശുദ്ധജലത്തിന്റെ അളവ് എന്താണ്? 3.5% ആണ്. സമുദ്രജലം എങ്ങനെയാണ്? 96.5%ഉം ശുദ്ധജലം 3.5%ഉമാണ്. ജലം എന്നത് ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ്. ശരീരഭാഗം 2/3 വെള്ളം കൊണ്ടുള്ള, അതായത് 2/3 ഭാഗം എന്താണ്? ശരീരഭാരം വെള്ളം കൊണ്ടുള്ളതാണെന്ന്. ഇനി അടുത്തത്, മഴ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായിട്ട് എവിടെ എത്തുന്നു? അന്തരീക്ഷത്തിലെത്തുന്നു. ഈ നീരാവി തണുത്ത് മേഘമായും പിന്നീട് അത് സാന്ദ്രീകരിച്ച് മഴയായിട്ടും പെയ്യുന്നു. കണ്ടോ? ഈ പിക്ചർ കാണുമ്പോൾ കൂടുതൽ കൂട്ടുകാർക്ക് മനസ്സിലാവും. ഇനി അടുത്തത്, വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് പറയാം? സാന്ദ്രീകരണം എന്ന് പറയാം. എന്താണ്? വാതകങ്ങൾ മഴ ഉണ്ടാവാനായിട്ട് നേരത്തെ എന്ത് പറഞ്ഞു? ഇവിടെ അതായത് ജലാശയങ്ങളിലെ ജലം നീരാവിയായിട്ട് എവിടെ എത്തുന്നു? മുകളിൽ എത്തുന്നു. അത് തിരിച്ച് ദ്രാവകമാകുന്നു. അതായത് വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സാന്ദ്രീകരണം എന്ന് പറയുന്നു. നീരാവി വെള്ളമായി മാറുന്നത് എന്തിനു ഉദാഹരണമാണ്? സാന്ദ്രീകരണത്തിന് ഉദാഹരണമാണ്. ഇനി സാന്ദ്രീകരണത്തിന് വേറൊരു ഉദാഹരണം ഏതാണ്? നനഞ്ഞ തുണിയിലെ ഈർപ്പം ഇറ്റി വീഴുന്നത്, അതുപോലെ തന്നെ നീരാവി തണുത്ത് മഴയായിട്ട് പെയ്യുന്നത്, വാതകങ്ങൾ തണുത്ത് മഴയായിട്ട് പെയ്യുന്നതും, ഇതെല്ലാം എന്തിനു ഉദാഹരണമാണ്? സാന്ദ്രീകരണത്തിന് ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ബാഷ്പീകരണം? ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് പറയാം? ബാഷ്പീകരണം എന്ന് പറയാം. ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രവർത്തനത്തെ നമുക്ക് എന്തെന്ന് പറയാം? ബാഷ്പീകരണം എന്ന് പറയാം. ഇനി ജലസംരക്ഷണ മാർഗങ്ങൾ ഏതൊക്കെയാണ് ജലസംരക്ഷണ മാർഗങ്ങൾ? മഴക്കുഴി, കയ്യാല, തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി, തടമെടുക്കല്, മഴവെള്ള സംഭരണി, മഴവെള്ളം കിണറിലേക്ക്, സ്പിൽ പോളിംഗ്, ജലസംഭരണി. ഓക്കെ, അതിന്റെ പിക്ചേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യം കണ്ടത് മഴക്കുഴി, കയ്യാല, തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി, പിന്നെ തടമെടുക്കൽ. ഇനി നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന വേറെ അടുത്ത ജലസംരക്ഷണ മാർഗങ്ങളാണ്. കണ്ടോ? വീട്ടിലുള്ള മഴവെള്ള സംഭരണി, മഴവെള്ളം കിണറിലേക്ക്, സിൽ പോളിംഗ്, ജലസംഭരണി. അടുത്തത് മഴക്കാല കെടുതികൾ ഏതാണ് മഴ വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണ്? വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം, കൃഷിനാശം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ, മഴക്കാല രോഗങ്ങൾ. കണ്ടോ? ഉരുൾപൊട്ടലിന്റെ പടവും കടൽക്ഷോഭത്തിന്റെ പിക്ചറാണ് കാണിച്ചേക്കുന്നത്. ഇത് വെള്ളപ്പൊക്കം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളത്. ഏത്? ജീവജലം എന്ന ലെസണിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലയിക്കുന്ന വസ്തുക്കളെ പൊതുവായി വിളിക്കുന്ന പേര്. ലയിക്കുന്ന വസ്തു ഏതാണ്? ലീനം. ഇനി ലീനം ഏതിലാണോ ലയിച്ചു ചേരുന്നത് അതിനെ ഡാഷ് എന്ന് പറയുന്നു. ഏതാണ് ആൻസർ? ലായകം. കൂട്ടുകാർക്ക് കിട്ടുന്നുണ്ടോ പറയാനായിട്ട്? കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏതാണ്? ലായിനി. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചസാര ലായനിയിലെ ലീനവും ലായിനിയും ഏതൊക്കെയാണ്? ലീനം ഏതാണ്? പഞ്ചസാര. ലായകം ഏതാണ്? ജലം. അടുത്ത ക്വസ്റ്റ്യൻ, സോഡ ലായനി ഡാഷ് വിഭാഗത്തിൽപ്പെടുന്ന ലായനിയാണ്. സോഡ ലായനി എന്താ പ്രത്യേകത? സോഡ ലായനിയുടെ പ്രത്യേകത എന്താണ്? വാതകം ദ്രാവകത്തിൽ അലിഞ്ഞു ചേർന്നുണ്ടാകുന്ന ലായനി. അവിടെ ഏതായിരിക്കും വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ദ്രാവകം അവിടെ എന്താണ് എടുത്തിരിക്കുന്നത്? അതായത് ഏത്? സോൾവെന്റ് ഏതാണ്? വാട്ടർ ആണ്. ഓക്കെ, അപ്പൊ വാതകം ദ്രാവകത്തിൽ അലിഞ്ഞു ചേർന്നുണ്ടാവുന്ന ലായനിയാണ് ഏത്? സോഡ ലായനി.
അടുത്ത ക്വസ്റ്റ്യൻ, കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ജലത്തിന് നൽകിയിരിക്കുന്ന പേര്? സാർവിക ലായകം. ജലത്തിൽ എന്തെങ്കിലും നിക്ഷേപിക്കുമ്പോഴോ ജലം നീക്കം ചെയ്യുമ്പോഴോ ജലത്തിന്റെ ഉയർച്ചയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഏതാണ്? ജലത്തിൽ എന്തെങ്കിലും നിക്ഷേപിക്കുമ്പോഴോ ജലം നീക്കം ചെയ്യുമ്പോഴോ ജലത്തിന്റെ ഉയർച്ചയിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം ഏതാണ്? ജലവിതാനം. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ലിറ്റർ ആണ്. കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? മില്ലി ലിറ്റർ. എത്ര ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ? എത്ര ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ? 1000 ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ 2/3 ഭാഗവും എന്തിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു? എന്താണ് 2/3 ഭാഗം? ഏതാണ്? ജലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിലെ ജലത്തിന്റെ ബഹുഭൂരിഭാഗവും ഡാഷ് ആണ്? സമുദ്രജലം. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യന്റെ ചൂടേറ്റ് ജലാശയങ്ങളുടെ വെള്ളത്തിന് ഡാഷ് സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നേ? ബാഷ്പീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തുന്ന പ്രവർത്തനം ഏതാണ്? ബാഷ്പീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ബാഷ്പീകരണ ഫലമായി നീരാവി തണുക്കുമ്പോൾ എന്തായി മാറുന്നു? മേഘങ്ങൾ. ബാഷ്പീകരണ ഫലമായിട്ട് നീരാവി തണുത്തു കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? മേഘങ്ങളായിട്ട് മാറുന്നു. മേഘങ്ങൾ തണുത്താണ് ഡാഷ് ഉണ്ടാവുന്നത്. എന്തുണ്ടാവുന്നത്? മഴയുണ്ടാവുന്നത്. മേഘങ്ങൾ തണുത്താണ് മഴയുണ്ടാവുന്നത്. വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയ ഡാഷ്. വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് ഏത്? സാന്ദ്രീകരണം. ജലം നീരാവിയായി മാറുന്നത് ഏത് പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്? ജലം നീരാവിയായിട്ട് മാറുന്നത് ഏത് പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്? ബാഷ്പീകരണം. നീരാവി ജലമായി മാറുന്നത് ഏത് പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്? നീരാവി ജലമായിട്ട് മാറുന്നത് സാന്ദ്രീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിനെ ശാസ്ത്രീയമായി സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ജലത്തിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ്? H2O. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പൊ കൂട്ടുകാർക്ക് ഈ ക്ലാസ് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.